സാർ IAS ഉദ്യോഗസ്ഥനായ കെ ഗോപാലകൃഷ്ണൻ കേസിൽ കുടുങ്ങുമോ? വളരെ വലിയൊരു സംശയമാണ്. അയാൾ എന്ത് നിയമമാണ് ലംഘിച്ചേക്കുന്നത്? പക്ഷേ മാധ്യമങ്ങളെല്ലാം പറയുന്ന ഗോപാലകൃഷ്ണൻ ഭയങ്കര തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്കെതിരെ കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സിവിലായിട്ടോ ക്രിമിനലായിട്ടോ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചിരിക്കണം. അതെ, അതാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ. മാധ്യമങ്ങൾക്ക് എന്ത് തോന്നിയാലും വ്യവസ്ഥ അതാണ്. ഗോപാലകൃഷ്ണൻ ഏത് നിയമമാണ് ലംഘിച്ചിട്ടുള്ളത്? അതൊന്ന് ആദ്യം പറ. എൻ്റെ അറിവിലില്ല. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണോ? അല്ല. വാട്സാപ്പ് ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണോ? അല്ല. അപ്പോൾ അയാൾ ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം ഉണ്ടാക്കി. ആ ഹിന്ദു മല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയെ സൂചിപ്പിക്കുന്നില്ല. 2000 ചില്ലാനോ 3000 ചില്ലാനോ വരുന്ന ജാതികളെ ഉപജാതികളെ എല്ലാം കൂടി ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഐക്യമാണ് പറയുന്നത്. അപ്പോൾ വിഘടനം ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല. വിഘടനം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ അയാൾ എന്ത് മെസ്സേജ് ഇട്ടു എന്നാണ് നോക്കേണ്ടത്. IT നിയമം ബാധകമാകുന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴല്ല, ആ ഗ്രൂപ്പിൽ ഓരോ വ്യക്തി ഇടുന്ന സന്ദേശത്തിൽ എന്താണ് ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അയാൾ അതിനകത്ത് ഏത് സന്ദേശം ഇട്ട് ആ സന്ദേശം ഈ സമൂഹത്തിൽ ആരുടെ എല്ലാം സെൻറ്റിമെൻറ്റ്സാണ് ഹർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആ ചോദ്യമില്ലേ? ഉണ്ട്. എൻ്റെ അറിവിലില്ല. അയാളൊരു സന്ദേശം ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, ഇട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഒരു സന്ദേശം ഇട്ടിട്ടുണ്ടോ? ഇല്ല. അയാളൊരു ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരാളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിയമലംഘനമാകുന്നത്? ഇനി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ട ലംഘന നിയമം അതും ഇതിന് ബാധകമല്ല. കാരണം ആ പെരുമാറ്റച്ചട്ടത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും മോറൽ ടെർപ്പിറ്റ്യൂഡ് സംഭവിക്കുന്നതുമായ സദാചാര ലംഘനം നടത്തുകയും പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ. പ്രശാന്തിൻ്റെ പേര് നടപടി എടുത്തതിൻ്റെ കാരണം മേലുദ്യോഗസ്ഥനെ അദ്ദേഹം ശകാരിച്ചു എന്നോ അദ്ദേഹം പിന്നെ അപമാനപ്പെടുത്തിയോ എന്നുള്ളതിൻ്റെ പേരിലാണ്, പ്രശാന്തിൻ്റെ പേരിൽ. അത് ശരിയാണ്, ആ നിയമം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്ത്? എന്തെങ്കിലും ചെയ്യണ്ടേ അയാൾ? അതായത് ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ഒരാൾക്കെതിരെ കേസെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു നിയമം ലംഘിച്ചിരിക്കണം. ആ നിയമലംഘനം ഇതിനകത്ത് നടന്നിട്ടില്ല. ആ നിയമലംഘനം ഇതിനകത്തില്ല എന്നും അതുകൊണ്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുമുള്ള ഒരു ഉപദേശമായിരുന്നു ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഇങ്ങനെ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലൊരിത് വേണ്ടേ? ഈ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എൻ്റെ പേര് ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു IAS ഉദ്യോഗസ്ഥ പരാതി നൽകിയതാണ് ഈ പ്രശ്നമെങ്കിൽ അപ്പോൾ അതൊരു പ്രശ്നമായി മാറില്ലേ? എങ്ങനെ? അതായത് ഒരു മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ്, ഞാൻ ചോദിക്കണ, ഒരു മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പോ ഒരു ക്രിസ്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പോ ഉണ്ടാക്കിയെന്ന് വെക്ക്. അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന മെസ്സേജ് എന്ത് നോക്കിയിട്ടല്ലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ നടപടി? മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ആ മെസ്സേജ് അയക്കാത്തൊരു കാര്യത്തിൽ എങ്ങനെ നടപടി എടുക്കണം? അല്ലെങ്കിൽ പറയണം, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ജാതി മതം വർഗീയം ഇതൊന്നും ഉൾപ്പെടാത്തതും രാഷ്ട്രീയം ഉൾപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള ഇതേ ഉണ്ടാക്കാം. അപ്പോൾ ചന്താരകത്തെ എന്തു ചെയ്യും? കാരണം ഇത് ഒരു പൊതുമാധ്യമ വേദിയല്ലേ. അതെ, അവിടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ളവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാമല്ലോ. തീർച്ചയായിട്ടും. ആ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ലംഘിക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കാം. ആർക്കെങ്കിലും അപകീർത്തികരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം.
ഈ രാജ്യത്ത് വിഘടനം വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ചെറ്റകളാണ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഒരു സന്ദേശം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കണം. കാരണം ഒരു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ചെറ്റകളാകുക എന്നൊരു സംവിധാനം ഉണ്ടാകില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരിലും ചെറ്റകളുണ്ട് എന്ന് പറഞ്ഞാൽ കേസെടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇടുന്ന മെസ്സേജിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടല്ലേ IT ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ പറ്റുള്ളൂ. അതെ. അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചിട്ട് അവർക്കെതിരെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഡിഫോമേഷന് കേസെടുക്കാൻ പറ്റും, മാനഭംഗത്തിന്. ഇത് എന്ത് ചെയ്യും? പിന്നെ പറയുന്നത് എന്താണ്? അയാളുടെ മൊബൈൽ ഫോണിൽ മാറ്റങ്ങൾ വരുത്തി എന്നാണ് പറയണത്. ഒരാളുടെ മൊബൈൽ ഫോണിൽ മാറ്റങ്ങൾ വരുത്താൻ അയാൾക്ക് അധികാരമില്ലേ? ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക്, കാരണം അയാൾ നിയമം ലംഘിച്ചിട്ടില്ലാത്ത ഒരാൾ, അയാളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ പിടിച്ചെടുത്തിട്ട് ആ മൊബൈൽ ഫോണിൽ അയാളുടെ സ്വകാര്യതയും ആദ്യം ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ തെറ്റല്ലേ? നിയമവിരുദ്ധമായ ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ട് അയാളുടെ സ്വകാര്യത ഭാഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും അത് കണ്ടതിന് ശേഷം നിങ്ങൾ അയാൾക്കെതിരെ നീങ്ങുകയും ചെയ്താൽ അത് തെറ്റല്ലേ? അയാൾ കുറ്റം ചെയ്യാത്ത ഒരുത്തൻ്റെ ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അവിടെയാണ് തെറ്റ് വരുന്നത്. കുറ്റം ചെയ്ത ഒരാളുടെ ഫോൺ പിടിച്ചെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല. ഇയാൾ ചെയ്തു എന്ന് ഇവർ ആരോപിക്കപ്പെടുന്ന കാര്യം, അയാൾ ഹിന്ദു എന്താണ് ഉദ്യോഗസ്ഥ ഗ്രൂപ്പ് എന്നാ? ഹിന്ദു ഗ്രൂപ്പ്, ഹിന്ദു മല്ലു ഗ്രൂപ്പ്. അതെ, ഹിന്ദു മലയാളികളായ ഹിന്ദു ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലെന്താണ് തെറ്റ്? ഏത് നിയമം ലംഘിച്ചു? ഏത് ചട്ടം ലംഘിച്ചു? അതൊന്ന് പറയട്ടെ. അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു നിയമവും ചട്ടവും ലംഘിക്കപ്പെടാത്തിടത്തോളം അയാൾ കുറ്റവാളിയല്ല. കുറ്റവാളി അല്ലാത്ത ഒരാളുടെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് ആ ഫോണിൽ അയാൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യം പോലീസിന് ആരും അധികാരം കൊടുത്ത്? മാപ്രകൾ പ്രഷർ ചെലുത്തുന്നുണ്ടായിരിക്കും. മാപ്രകളുടെ പ്രഷർ. പിന്നെ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, മാപ്രകളിൽ വിദേശ ധനസഹായം സ്വീകരിക്കുന്നവരുണ്ടോ ഇല്ലയോ? ഉണ്ടാവും. അപ്പോൾ പിന്നെന്താ പറയണ? ഉണ്ടല്ലോ. ഉണ്ടാവും. ഇപ്പോൾ വയറെന്ന് പറയുന്ന ഒരു മാപ്ര, വയറെന്ന് പറഞ്ഞൊരു മാപ്ര ഇത് തന്നെ ഈ സോറസിൻ്റെ ഫണ്ട് സ്വീകരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ആരോപണം നിൽക്കുന്നത് നീല ട്രോളി ബാഗിൽ സോറസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പാലക്കാട് നീല ട്രോളി ബാഗിൽ സോറസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആക്ഷേപങ്ങളാണ്, തെളിവില്ല. അത് കാരണം നമ്മളൊന്നും പറയുന്നുമില്ല. പക്ഷേ മാപ്രകൾക്ക് എന്താ അതിനകത്ത് ഇത്ര താല്പര്യം? ആദ്യം അതൊന്നും അറിയട്ടെ. തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കി അയാൾക്കെതിരെ കേസെടുത്ത് ശിക്ഷിക്കണമെന്ന് മാപ്രകൾക്ക് എന്താ ഇത്ര താല്പര്യം? അവരാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു? ഹിന്ദുവായ IAS ഉദ്യോഗസ്ഥൻ, എന്താണ് പ്രശ്നം? എന്താ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഹിന്ദു ആകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അപമാനമാണ്. അല്ല, അങ്ങനെ ഒരാളെ കുരുക്കിൽപ്പെടുത്തുക, കേസിൽപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വാർത്തകൾ സൃഷ്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ തിരിച്ചു പോകാമല്ലോ. പച്ച വിളിച്ചുകൊണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വാർത്ത മുക്കി. പച്ച വിളിച്ചുകൊണ്ടായിരുന്നല്ലോ, ഇവരെന്ത് ചെയ്തു? വാർത്ത മുക്കി. അപ്പോൾ അവർക്ക് ഞാൻ ആരോപിക്കുന്നു, പച്ച വെളിച്ചത്തിൻ്റെ വാർത്ത മുക്കാൻ കാരണം ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നും ഫണ്ട് സ്വീകരിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. അതല്ലേ കുറ്റം. പച്ച വെളിച്ചം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കുറ്റമല്ല. കാരണം അയാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് രാജ്യത്ത് ഛിദ്രത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറ്റമാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇയാൾ ഒരു കെ ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ളൊരു ഉദ്യോഗസ്ഥനെ ശരിപ്പെടുത്തി എടുക്കണം ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. മഹാവൃത്തികേടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ കുറ്റം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പറയട്ടെ, ഇന്ന വകുപ്പ് ലംഘിച്ചു എന്ന് പറയട്ടെ, ഇന്ന ചട്ടം ലംഘിച്ചു എന്ന് പറയട്ടെ. എന്ത് ചട്ടം ലംഘിച്ചിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടത്തിലെ ഏത് വ്യവസ്ഥ ഗോപാലകൃഷ്ണൻ ലംഘിച്ചു? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വ്യവസ്ഥ ഗോപാലകൃഷ്ണൻ ലംഘിച്ചു?
IT നിയമത്തിലെ ഏത് വ്യവസ്ഥ ലംഘിച്ചു? അത് പറഞ്ഞതിന് ശേഷം കേസെടുക്കട്ടെ. ഇതൊന്നുമില്ലാതെ ഒരു ലംഘനവും നടത്തിയിട്ടില്ല, പക്ഷേ അയാളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്, അയാൾ ഹിന്ദു എന്ന് പറയുന്നു, എന്നാൽ പിന്നെ അവനെ ശരിപ്പെടുത്തി കളയാം. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, അതങ്ങ് കയ്യിൽ പൂട്ടിക്കൂട്ടി വെച്ചാൽ മതി. അയാൾ കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്ന് പിന്നെ എങ്ങനെയാണ് അയാളെ ശിക്ഷിക്കാൻ കഴിയുക? നിങ്ങൾ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേ, അല്ലാതെ എന്തു ചെയ്യും? ഇത് ഇയാൾ ഒരാൾക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അയാൾ ഏത് നിയമം ലംഘിച്ചു എന്നല്ലേ ആദ്യം നോക്കേണ്ടത്. അതെ, ആ നിയമം അയാൾ ലംഘിച്ചിട്ടില്ല എന്ന് കാണിച്ചൊരു കുറിപ്പെഴുതി കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമായിരുന്നു. പിന്നെ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന് എന്താ ഭ്രാന്താണെന്ന് അങ്ങനെ എന്തുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. അത് ഇപ്പോൾ അത് എനിക്കറിയില്ല അയാൾക്ക് എന്താ സംഭവം എന്നുള്ള കാര്യം. അതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു പൊതുവേദിയിൽ എഴുതിയത് ശരിയല്ല. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ശരിയല്ല. അങ്ങനെ എഴുതാതിരിക്കാനുള്ളൊരു വിവേകം ഒരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ടതാണ്. ഒന്ന് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ആ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ പരസ്പരം പറയുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അയാളെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ TV പോയിരുന്നിട്ട് പറയുന്നത് ശരിയല്ല. തത്തുല്യമായിട്ട് ഒരു സംഭവമാണ് ഏറ്റവും ഹീനമായി നടന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ സംഭവമാണ്. കുഞ്ഞാലിക്കുട്ടിയും മുനീറും 2 ഗ്രൂപ്പായിട്ട് ലീഗിൽ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി മുനീർ ഇറക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു VP റജീന. അതെ, ഒരു പെൺകുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് ഇദ്ദേഹം വ്യഭിചാരിയാണെന്നും തന്നെ വ്യഭിചരിച്ചിട്ടുണ്ടെന്നും തനിക്ക് കാശ് തന്നിട്ടില്ല എന്നും പറയിപ്പിച്ചത്. ആ പറയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഒരാൾ പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റായിട്ട് മാറിയത്. അപ്പം മലയാളിയുടെ ജേർണലിസ്റ്റ് നിലവാരത്തിൻ്റെ ഒരു പരിധിയും കൂടി നോക്കേണ്ടതാണ്. മലയാളി ഭയങ്കര ജേർണലിസ്റ്റാണ്, ഭയങ്കര മാധ്യമ സ്വാതന്ത്ര്യമാണ്, ഭയങ്കര മാധ്യമ പാരമ്പര്യമൊക്കെ പാലിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതുകൂടി നമ്മൾ നോക്കേണ്ടതാണ്. അത് കാരണം അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇയാളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊരു കാര്യം പ്രശാന്ത് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. കാരണം സീനിയർ ഉദ്യോഗസ്ഥനാണ്. ആ സീനിയർ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റായിരിക്കാം, പക്ഷേ ഉടനെ തന്നെ അദ്ദേഹത്തെ അങ്ങ് അവഹേളിക്കുന്ന തരത്തിലൊരു വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് ചെറിയ തെറ്റാണ്. ഇപ്പോൾ ഒരു വിധി പറയാൻ പാടില്ല. അത് ഇതാണ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനത്തിൽ ചില വകുപ്പുകളിലെ ലംഘനമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അതൊന്നുമില്ലല്ലോ ഒന്ന്. പക്ഷേ അതും അങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് ചീഫ് സെക്രട്ടറി 2 പേരെയും കൂടി വിളിച്ചിരുത്തി സംസാരിച്ചത് സെറ്റിൽ ചെയ്ത് വിടേണ്ട കേസാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും വരും. അപ്പോൾ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ 2 കൂട്ടരെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ചിലരെ ചീത്ത വിളിക്കേണ്ടവരെ ചിലരെ ചീത്ത വിളിക്കുകയും ശകാരിക്കേണ്ടവരെ ശകാരിക്കുകയും അല്ലാത്തവർ നിങ്ങൾ പരസ്പരം ഇത് മേലിലുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നെക്കൊണ്ട് നടപടി എടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിച്ച് വിടും. അല്ലാണ്ട് ഇതിനൊക്കെ ഉടനെ തന്നെ മെമ്മോ കൊടുക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മെമ്മോ കൊടുത്തുകൊണ്ടിരുന്ന വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, മെമ്മോ കൊടുക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാ ചീഫ് സെക്രട്ടറി അതങ്ങനെ ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ ചെയ്ത് പരിഹരിച്ചിരുന്നെങ്കിൽ ഇത് ഒന്നും സംഭവിക്കുകയില്ലായിരുന്നു. IAS ജയിച്ചു, ജേർണലിസം തോറ്റു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.